പലരും പല ഗോളുമായിട്ടാണ് ജിമ്മിലേക്ക് വരുന്നത്. ചിലർ ഫാറ്റ് ലോസിനായിരിക്കാം, ചിലർ മസിൽ ബിൽഡിങ്ങിനായിരിക്കാം, ചിലർ സ്കിന്നി ഫാറ്റ് ഫിക്സ് ചെയ്യാനായിരിക്കാം. അപ്പോൾ ഏതൊരു ഗോളാണെങ്കിലും നിങ്ങളെടുക്കുന്ന ഡയറ്റ് അനുസരിച്ചായിരിക്കും നിങ്ങൾ ആ ഒരു ഗോളിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ ഡയറ്റ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റണമെന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കാലറി, എന്താണ് കാലറി ഡെഫിസിറ്റ്, എന്താണ് കാലറി സർപ്ലസ്, എന്താണ് മെയിൻ്റെനൻസ് കാലറി, എങ്ങനെ നിങ്ങളെ മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിക്കുക, ഏതൊക്കെ സപ്ലിമെൻ്റ് ഉണ്ട്, ഏതൊക്കെ സപ്ലിമെൻ്റാണ് ഒരു ജിം ഗോവർ അതായത് ബിഗിനർ എടുക്കേണ്ടത്, അതേപോലെ എത്ര വെള്ളം ജിമ്മിൽ പോകുമ്പോൾ കുടിക്കണം, ഇതിനൊക്കെ ഫുൾ ഗൈഡാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ടൈം വേസ്റ്റ് ആക്കാണ്ട് തന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് എന്താണ് കാലറി എന്ന് നോക്കാം. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ, നമുക്കൊരു ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് എനർജി വേണം. അതായത് ഫുഡ് ഡൈജഷന്, ഉറങ്ങാൻ, അതേപോലെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് എനർജി വേണം. ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് ഫുഡിൽ നിന്നാണ്. ഈ ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് നമ്മൾ കലോറി എന്ന് പറയുന്നത്. ഇപ്പോൾ കലോറി എന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിൾ ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് നമ്മൾ കലോറി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായി അറിയേണ്ട ഒരു ടേമാണ് എന്താണ് എനർജി ബാലൻസ് പറയുന്നത്. അതായത് നിങ്ങൾ എത്ര കാലറി കൺസ്യൂം ചെയ്യുന്നു, എത്ര കാലറി ബേൺ ചെയ്യുന്നു, ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് എനർജി ബാലൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എത്ര കാലറി ഇൻടേക്ക് ചെയ്യുന്നു അത്ര തന്നെ കാലറി ബേൺ ഔട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. കാലറി എത്ര ഇന്ന് ചെയ്യുന്ന അത്ര തന്നെ ബേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസിനെ മെയിൻ്റെനൻസ് കാലറി എന്ന് പറയും. അതേപോലെ എത്ര കാലറി എടുക്കുന്നത് അത്ര കുറവായിട്ട് കാലറി ബേൺ ചെയ്യുന്നത് അതിനെ കാലറി സർപ്ലസ് പറയും. അതേപോലെ എത്ര കാലറി നിങ്ങൾക്ക് ആവശ്യമുണ്ട് പക്ഷെ അത്ര കാലറി നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ അതിനെ കാലറി ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പോൾ ആരൊക്കെ കാലറി ഡെഫിസിറ്റിൽ ഡയറ്റ് ഫോളോ ചെയ്യണം, ആരൊക്കെ കാലറി സർപ്ലസിൽ ഡയറ്റ് ഫോളോ ചെയ്യണം, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി എന്താണ് മെയിൻ്റെനൻസ് കാലറി എന്ന് ഒന്നും കൂടി പറഞ്ഞുതരാം. മെയിൻ്റെനൻസ് കാലറി എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 60 കിലോ ഉള്ള ഒരു വ്യക്തിയുടെ മെയിൻ്റെനൻസ് കാലറി 2000 കാലറി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തി 2000 കാലറി ഡെയിലി കഴിക്കുന്നെങ്കിൽ ആ ഒരു വെയിറ്റ് 60 കിലോ എന്ന വെയിറ്റ് മെയിൻറ്റെയിൻ ആയിക്കൊണ്ട് പോകും. അതായത് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. ഇതിനാണ് മെയിൻ്റെനൻസ് കാലറി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിക്കുന്നത്? മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓൺലൈനിൽ മെയിൻ്റെനൻസ് കാലറി കാൽക്കുലേറ്റർ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫ്ലോർ ഫിറ്റ്നസിൻ്റെ മെയിൻ്റെനൻസ് കാലറി കാൽക്കുലേറ്റർ ഉണ്ട്. ആ ലിങ്കിൽ പോയി നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിക്കുക. ഈ ഒരു മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഗോള് ഫാറ്റ് ലോസ് ആണെങ്കിൽ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഗോള് മസിൽ ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങൾ കാലറി സർപ്ലസ് ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് കാലറി സർപ്ലസ് ഡയറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മസിൽ ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് കാലറി സർപ്ലസ് ഡയറ്റ് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ എനർജി കാലറി നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. എന്തിനാണ് ഈ എക്സ്ട്രാ കാലറീസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്? അതായത് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് നമ്മൾ ഡാമേജ് ചെയ്യുന്നു. ഈ ഒരു ഡാമേജ് ആയ മസിൽ ടിഷ്യൂസ് റിപ്പയർ ചെയ്യാൻ ബോഡിക്ക് എനർജി വേണം. അതിനാണ് നമ്മൾ കാലറി സർപ്ലസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ എത്ര കാലറി സർപ്ലസിൽ പോകണമെന്ന് വെച്ചാൽ 300 to 500 കാലറി എക്സ്ട്രാ നിങ്ങൾ എടുത്താൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കറക്റ്റ് പ്രോട്ടീനും കൂടി എടുത്താൽ നിങ്ങൾക്ക് മസിൽ ബിൽഡിങ് പെട്ടെന്ന് തന്നെ ആവും. നിങ്ങളൊരു ഫാറ്റ് ലോസ് ചെയ്യേണ്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ആണ്. കാലറി ഡെഫിസിറ്റ് വെച്ചാൽ നിങ്ങൾക്ക് എത്ര മെയിൻ്റെനൻസ് കാലറി അതിനേക്കാൾ കുറഞ്ഞ് കാലറി ഇൻടേക്ക് ചെയ്യുക. അതെന്തിനാണ് വെച്ചാൽ നിങ്ങൾക്ക് 2000 കാലറി നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾ 1500 കാലറി കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ബോഡിക്ക് എക്സ്ട്രാ 500 കാലറി ആവശ്യമുണ്ട്. ഈ ഒരു ആവശ്യം നിങ്ങൾ ഫുഡിൽ നിന്ന് കൊടുക്കാത്തത് കൊണ്ട് ബോഡി എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റിൽ നിന്ന് ഈ ഒരു എനർജി കൺവേർട്ട് ചെയ്യും. ഈ ഫാറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഫാറ്റ് ലോസ് സംഭവിക്കുന്നത്. അപ്പോൾ ഫാറ്റ് ലോസ് ചെയ്യേണ്ട വ്യക്തി ഒരു കാലറി ഡെഫിസിറ്റ് ഫോളോ ചെയ്യുകയാണ്. നിങ്ങൾ ഫാറ്റ് ലോസിനായി കാലറി ഡെഫിസിറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ഡെഫിസിറ്റിലേക്ക് പോകാതിരിക്കുക. കാരണം നിങ്ങൾ കൂടുതലായി കാലറി ഡെഫിസിറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടാവാനും വിശപ്പ് കൂടാനും ഇത് നിങ്ങളെ കാരണമാക്കും. അതുകൊണ്ട് ഒരു മോഡറേറ്റ് ലെവൽ, അതായത് 300 to 500 കാലറി മാക്സിമം ഡെഫിസിറ്റിൽ പോയാൽ മതി. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം പ്രോട്ടീൻ കൂട്ടി ഡയറ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ജേർണി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാക്രോ ന്യൂട്രീഷൻ. മാക്രോ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഇതൊക്കെയാണ് മാക്രോ ന്യൂട്രീഷൻ. അതായത് നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ന്യൂട്രിയൻ്റ് ആണ് ഈ 3 സംഭവങ്ങൾ.
ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോട്ടീൻ എന്ന ന്യൂട്രിയൻ്റ് ആണ്. ഈ പ്രോട്ടീൻ നമുക്ക് വേണ്ടത് മസിൽ റിപ്പയറിന് മസിൽ ബിൽഡിങ്ങിനൊക്കെ യൂസ് ആവുന്ന ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ജിമ്മിൽ പോയി നമ്മൾ മസിൽ ഡാമേജ് ആക്കിയാൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പ്രോട്ടീൻ വേണം. അതിനാണ് നമ്മൾ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് പ്രോട്ടീൻ കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യമായി പ്ലാന്റ് സോഴ്സ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സോയാ ചങ്ക്സ്, പച്ചപ്പയർ, അതേപോലെ ടോഫു, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടും. അടുത്ത ആനിമൽ ബേസ്ഡ് പ്രൊഡക്റ്റ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പാലിൽ നിന്ന്, മുട്ടയിൽ നിന്ന്, ചിക്കന്, റെഡ് മീറ്റ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാം. ഇനി നമുക്ക് എത്ര പ്രോട്ടീൻ നിങ്ങൾ ഡെയിലി എടുക്കണമെന്ന് നോക്കാം. നിങ്ങളുടെ ഗോള് ഫാറ്റ് ലോസോ മസിൽ ബിൽഡിങ്ങോ ആകട്ടെ, നിങ്ങൾക്ക് 1.5 gram to 2.5 grams വരെ നിങ്ങൾക്ക് ഡെയിലി പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാം. അതായത് ബോഡി വെയ്റ്റിൻ്റെ 1.4 grams to 2.5 grams. ഒരു ബിഗിനർ എന്ന രീതിയിൽ ബോഡി വെയ്റ്റിൻ്റെ 1.5 grams എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒരു 60 കിലോ ഉള്ള വ്യക്തി 60 × 1.5 grams, അതായത് 1.5 എന്ന് പറയുമ്പോൾ ഏകദേശം 90 gram പ്രോട്ടീൻ ഡെയിലി കൺസ്യൂം ചെയ്താൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ എല്ലാം ഒരുമിച്ച് എടുക്കാതെ അത് നിങ്ങൾ 3 to 5 meals ആയിട്ട് മാക്സിമം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രോട്ടീൻ ഡെയിലി ഗോൾ എന്ന് വെച്ചാൽ 100 grams ആണെങ്കിൽ അത് ഒറ്റയടിക്ക് തന്നെ 100 grams എടുക്കാണ്ട് 3 to 5 meals ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. എങ്കിൽ മാത്രമേ ബോഡിയിൽ കറക്റ്റ് അബ്സോർവ് ചെയ്ത് ബോഡിക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് കാർബോഹൈഡ്രേറ്റ്? നമുക്ക് മെയിനായിട്ട് എനർജി തരുന്ന ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. അതായത് നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടാണ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വർക്കൗട്ട് ചെയ്യാൻ, അതായത് ഓടാൻ, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എനർജിയാണ് തരുന്നത്. അപ്പോൾ കൂടുതലായി ഞാൻ ഇതിന് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ബെസ്റ്റ് കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് അതായത് സ്വീറ്റ് പൊട്ടാറ്റോ, അതേപോലെ ബ്രൗൺ ബ്രെഡ്, വോൾ ഗ്രെയിൻസ്, ഇതൊക്കെ നല്ലൊരു കാർബോഹൈഡ്രേറ്റ് സോഴ്സാണ്. കാർബോഹൈഡ്രേറ്റ് കോംപ്ലക്സ് കാർബ്സും ഉണ്ട്, അതേപോലെ സിമ്പിൾ കാർബ്സും ഉണ്ട്. സിമ്പിൾ കാർബ്സ് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യും. അതിൻ്റെ മെയിൻ ഉദാഹരണമാണ് ബ്രൗൺ ബ്രെഡ്, അതുപോലുള്ള കാർബ്സ്. അതേപോലെ തന്നെ കോംപ്ലക്സ് കാർബ്സ് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ സ്ലോലി ഡൈജസ്റ്റ് ആവും, അതേപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ സ്ലോലി റിലീസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു സ്റ്റേബിൾ എനർജി ലെവൽ കിട്ടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഓട്സ്, വോൾ ഗ്രെയിൻസ്, എക്സെട്ര ഒക്കെ. ഇനി പലർക്കും തെറ്റിദ്ധാരണയുള്ള ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫാറ്റ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്ക് ഹോർമോൺ പ്രൊഡക്ഷന്, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ മസിൽ റിക്കവറി ഒക്കെ ഫാസ്റ്റ് ആവും. ഫാറ്റ് എടുക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഹോർമോൺ ലെവൽ നല്ല രീതിയിൽ സ്പൈക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ കൂടുന്നതിലൂടെ നമുക്ക് മസിൽ റിക്കവറി, അതുപോലുള്ള ബാക്കിയുള്ള ബെനിഫിറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതേപോലെ നിങ്ങൾ ഏറ്റവും മെയിൻ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് ബാഡ് ഫാറ്റ് മാക്സിമം കൺസ്യൂം ചെയ്യുന്നത് ഒഴിവാക്കുക. അതായത് ഫാസ്റ്റ് ഫുഡ്, ഓയിലിൽ അധികം പൊരിച്ച ഫുഡ്, അതൊക്കെ മാക്സിമം ഒഴിവാക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഇത് നമ്മുടെ ബോഡിയിൽ നേരെ വിപരീതമാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്രോ ന്യൂട്രീഷൻ എന്തിനാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പ്രോട്ടീൻ നമ്മുടെ മസിൽ ബിൽഡിങ്ങിന്, അതുപോലെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിലുള്ള എനർജിക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഫാറ്റ് എടുക്കുന്നതിലൂടെ നമുക്ക് മസിൽ റിക്കവറി, ഹോർമോൺ പ്രൊഡക്ഷന്. മൈക്രോ ന്യൂട്രീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നോക്കാം. അതായത് നമ്മുടെ ബോഡിയിൽ സ്മോളർ ക്വാണ്ടിറ്റിയിൽ വേണ്ട ന്യൂട്രിയൻ്റ് ആണ് മൈക്രോ ന്യൂട്രീഷൻസ്. അതായത് നമ്മളെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഉദാഹരണത്തിന് വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷന് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് നമ്മളെ ജോയിൻ്റ് ഹെൽത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ വൈറ്റമിൻ ഡി നമ്മളെ സൺലൈറ്റിൽ, മുട്ടയിൽ, അതേപോലെ മിൽക്കിലൊക്കെ കാണപ്പെടുന്നു. അതേപോലെ അത് നമ്മളെ ബോഡിയിൽ ബോൺ ഹെൽത്തിനും മസിൽ ഫങ്ഷൻസിനൊക്കെ വളരെ മസിൽ ഫങ്ഷനൊക്കെ വളരെ സഹായിക്കുന്നു. അതേപോലെ അയൺ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചീര, റെഡ് മീറ്റ്, ഇതിലൊക്കെ കാണപ്പെടുന്ന ഈ ഒരു അയണ് നമ്മൾ മസിലിലേക്ക് ഓക്സിജൻ എത്താൻ സഹായിക്കുന്നു. അതേപോലെ നമ്മളെ ഫാറ്റിക്ക് വരാണ്ട് സംരക്ഷിക്കുന്നത് ഈ ഒരു അയൺ എടുക്കുന്നതിലൂടെയാണ്. അതുപോലെ മഗ്നീഷ്യം നമ്മളെ മസിൽ ഫങ്ഷൻസിനും അതുപോലെ ക്രാംസ് ഇല്ലാണ്ടിരിക്കാനും അതിനൊക്കെ സഹായിക്കുന്നു. നിങ്ങൾ മാക്രോ ന്യൂട്രീഷൻ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജിമ്മിൽ പോകുന്ന വ്യക്തി എത്ര വെള്ളം കുടിക്കണമെന്നാണ്. അതായത് ഓരോരാളുടെ ബോഡി ഡിഫറെൻ്റ് ആയിരിക്കും. സാധാരണ നോർമൽ കണക്ക് വെച്ചാൽ ഒരു 25 കിലോ ഉള്ള വ്യക്തി ഡെയിലി 1 ലിറ്റർ വെള്ളം വെച്ച് കുടിക്കണമെന്നാണ്. അതായത് ഒരു 50 കിലോ ഉള്ള വ്യക്തി ഡെയിലി 2 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ 2 to 3 ലിറ്റർ വെള്ളം നിങ്ങൾ ഡെയിലി കുടിക്കുന്നെങ്കിൽ, ആവറേജ് നോക്കുന്നെങ്കിൽ അത് വളരെ ബെനിഫിഷ്യലാണ്.
അതായത് നിങ്ങളുടെ വാട്ടർ ലെവൽ നിങ്ങൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കാരണം നമ്മുടെ ബോഡിയിൽ 60% വാട്ടർ കണ്ടന്റ് ആണ്. അതുകൊണ്ട് വാട്ടർ ലെവൽ നമ്മൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഫാറ്റീഗ് അതേപോലുള്ള നമുക്കൊരു മൂഡില്ലായ്മ അതൊക്കെ വളരെ കൂടും. അപ്പോൾ വാട്ടർ കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്ര വാട്ടർ ലെവൽ എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ഗൈഡ് PDF ആയിട്ട് ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സപ്ലിമെൻറ്റ്, ഒരു ബിഗിനർ ഏതൊക്കെ സപ്ലിമെൻ്റാണ് എടുക്കേണ്ടത്, ഏതൊക്കെ സപ്ലിമെൻ്റാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് സപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫുഡിൽ നിന്ന് ന്യൂട്രീഷൻസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സപ്ലിമെൻ്റായി കൊടുക്കുന്നതിനെയാണ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യമായി നമുക്ക് വേ പ്രോട്ടീൻ ഞാൻ പറഞ്ഞു. പ്രോട്ടീൻ എന്നത് നമ്മുടെ മസിൽ റിക്കവറിക്കും മസിൽ റിപ്പയറിനും ആവശ്യമായ ഒരു മെയിൻ മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഈ ഒരു മാക്രോ ന്യൂട്രിയൻറ്റ് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കൺവീനിയൻറ്റ് ബെസ്റ്റ് സപ്ലിമെൻ്റ് ആണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. വേ പ്രോട്ടീനിൽ സാധാരണ നോർമലി ഒരു സ്കൂപ്പിൽ 20 to 30 grams പ്രോട്ടീൻ വരെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രോട്ടീൻ ഗോൾ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾ മസ്റ്റ് ഹാവ് സപ്ലിമെൻ്റ് ആണ് വേ പ്രോട്ടീൻ. അതേപോലെ അടുത്തതായി നമുക്ക് ക്രിയാറ്റിൻ എന്താണെന്ന് നോക്കാം. ക്രിയാറ്റിൻ വെച്ചാൽ നമ്മൾ ബോഡിയിൽ എനർജി കൂട്ടാനും മസിൽ റിക്കവറി ഫാസ്റ്റ് ആക്കാനും അതുപോലെ വളരെയധികം ഹെൽപ്ഫുൾ ആയ ഒരു സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ക്രിയാറ്റിന് അതൊരു ബിഗിനർ എടുക്കണമെന്ന് വെച്ചാൽ അത് എടുക്കുന്നെങ്കിൽ ബെനഫിഷ്യൽ ആണ്. ഒരു ബിഗിനർ ഈ ഒരു ക്രിയാറ്റിൻ എടുക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു സപ്ലിമെൻ്റ് ആണ് പ്രീ വർക്കൗട്ട് എന്ന് പറയുന്നത്. പ്രീ വർക്കൗട്ട് പറയുമ്പോൾ അധികം കഫൈൻ കണ്ടന്റ് കൂടിയ ഒരു സപ്ലിമെൻ്റ് ആണ്. പ്രീ വർക്കൗട്ട് എടുക്കുന്നതിലൂടെ നമുക്ക് ജിമ്മിൽ അധികം നേരം വർക്കൗട്ട് ചെയ്യാനും എനർജി ലെവൽ കൂട്ടാനും നമ്മൾ വർക്കൗട്ട് ചെയ്യാനുള്ള മൂഡ് ഇൻക്രീസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾ ഒരു പ്രീ വർക്കൗട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെയാണ് BCAA and EAA, ബ്രാഞ്ച് ചെയ്ത അമിനോ ആസിഡ്, അതേപോലെ എസെൻഷ്യൽ അമിനോ ആസിഡ്. നിങ്ങൾ ഡെയിലി പ്രോട്ടീൻ ഗോൾ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി BCAA and EAA നിങ്ങൾക്ക് ആ പ്രോട്ടീൻ തന്നെ കിട്ടും. എന്തുകൊണ്ടാണ് ആളുകൾ BCAA എടുക്കുന്നത് വെച്ചാൽ ഇൻട്രാ വർക്കൗട്ടായിട്ട് അതുപോലെ പോസ്റ്റ് വർക്കൗട്ടായിട്ടാണ് ഈ ഒരു BCAA എടുക്കുന്നത്. ഡ്യൂറിങ് വർക്കൗട്ട് എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു BCAA ഉപയോഗിക്കുന്നത്. BCAA അധികം പേരും ഇൻട്രാ വർക്കൗട്ടായിട്ട് കുടിക്കുന്നത് കാരണം അതിലടങ്ങിയിരിക്കുന്ന ഇലക്ട്രോലൈറ്റ്സ് കൊണ്ടാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രോലൈറ്റ്സ് എടുക്കാൻ പറ്റും. അതേപോലെ ORS എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ BCAA അല്ലെങ്കിൽ EAA എടുക്കുന്നതിൽ യാതൊരു ഗുണവും കാണുന്നില്ല. അതേപോലെ വേറൊരു സപ്ലിമെൻ്റ് ആണ് ഫിഷ് ഓയിൽ എന്ന് പറയുന്നത്. വളരെ ബെനിഫിറ്റ് ഉള്ളൊരു സപ്ലിമെൻ്റ് ആണ് ഫിഷ് ഓയിൽ. അതായത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, നമ്മളെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതേപോലെ വളരെയധികം ഹെൽപ്ഫുൾ ആയൊരു സപ്ലിമെൻ്റ് ആണ് ഫിഷ് ഓയിൽ എന്ന് പറയുന്നത്. ഫിഷ് ഓയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ ഫുൾ ഫിഷ് ഓയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഒരു ബിഗിനർ എന്ന രീതിയിൽ ഫിഷ് ഓയിൽ എടുക്കുന്നത് വളരെ ബെനിഫിറ്റ് ആണ്. അത് ബിഗിനർ എന്ന് മാത്രമല്ല ആർക്കും വേണമെങ്കിലും ഈ ഒരു ഫിഷ് ഓയിൽ കൺസ്യൂം ചെയ്യാം. ഫിഷ് ഓയിൽ കൺസ്യൂം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് അല്ലാതെ നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും കിട്ടുന്നില്ല.